بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أما بعد. قال الإمام النجدي رحمه الله: باب ما جاء في منكر القدر. باب ما جاء في منكر القدر. ഖദറിനെ നിഷേധിക്കുന്നവരുമായി ബന്ധപ്പെട്ട അധ്യായം. قال رحمه الله: وقال ابن عمر رضي الله عنهما والذي نفس ابن عمر بيده لو كان لأحدهم مثل أحد ذهبا ثم أنفقه في سبيل الله ما قبله الله منه حتى يؤمن بالقدر. ثم استدل بقول النبي صلى الله عليه وسلم: الإيمان أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر وتؤمن بالقدر خيره وشره. ورواه مسلم. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വല്ലദി നഫ്സു ഇബ്നു ഉമർ ബിയദിഹി. ഇബ്നു ഉമറിന്റെ നഫ്സ് ആരുടെ കൈകളിലാണോ അവൻ തന്നെ സത്യം, അല്ലാഹുവാണ് സത്യം. ലൗ കാന ലി അഹദിഹിം, നിങ്ങളിൽ ഒരാൾക്ക് ഉണ്ടായിരിക്കുന്ന, അതായത് മസലു ഉഹദിൻ ദഹബൻ, ഉഹദ് മലയോളം സ്വർണം നിങ്ങളൊരാൾക്കുണ്ടായിരിക്കുകയും സുമ്മ അൻഫഖഹു ഫീ സബീലില്ലാഹ്, എന്നിട്ട് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുകയും ചെയ്താൽ, മാ ഖബിലഹുല്ലാഹു മിൻ, അവനിൽ നിന്ന് അല്ലാഹു തആല അത് സ്വീകരിക്കുന്നതല്ല ഇതുവരേക്കും, ഹത്താ യുഅ്മിന ബിൽ ഖദർ, അവൻ ഖദറിൽ വിശ്വസിക്കുന്നതുവരേക്കും. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനെ തെളിവായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ എടുത്തു പറഞ്ഞു: അൽ ഈമാൻ أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر وأن تؤمن بالقدر خيره وشره. هذا من حديث جبريل. جبريل حديث جبريل എന്നറിയപ്പെടുന്ന ഹദീസിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഖദറിലുള്ള വിശ്വാസം അത് ഒരു മുഅ്മിൻ അവന്റെ ഈമാനിലുള്ള ഈമാനിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു തആലയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. ഖൈറാകട്ടെ ഷർറാകട്ടെ അത് അല്ലാഹു തആലയിൽ നിന്നുള്ളതാണ്. വഹാദാ ഹദീസുൻ സാബിത്തുൻ ഫി സഹീഹ് മുസ്ലിം വഹുവ ഹദീസുൻ യുസമ്മാ ഹദീസു ജിബ്രീൽ. യുസമ്മാ ഹദീസ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഹദീസു ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഹദീസിൽ നിന്നുള്ളതാണ്. സഹിമാം മുസ്ലിമിന്റെ സഹീഹിൽ സ്ഥിരപ്പെട്ട ഹദീസാണ്. طيب. وهذا حديث جبريل وهو أن بعض التابعين جاءوا يشكو إلى ابن عمر ما وجدهم من أناس في زمنه يتقهرون العلم، يعني يبحثون عن العلم ويرون أن الأمر عنف لا إلى قدر. അതായത് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ചില താബിഈങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചില പരാതികളുമായി കൊണ്ടുവന്നു, ഖദറുമായി ബന്ധപ്പെട്ട്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ചില ആളുകൾ ഖദറിനെ നിഷേധിക്കുന്നു. അത്തരക്കാരെ കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചില താബിഈങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്: ഫഖാല ഇബ്നു ഉമർ ഉഖ്ബിറുഹും അന്നി മിൻഹും ബരി വഅന്നഹും മിന്നി ബുറാ. ആ താബിഈങ്ങളോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: നിങ്ങൾ അവരെ അറിയിക്കുക, ഞാൻ അവരിൽ നിന്ന് ബരിയാണ്, ഞാൻ അവരിൽ നിന്ന് മുക്തനാണ്, അവർ എന്നിൽ നിന്നും മുക്തരായവരുമാണ്, അതായത് അവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. വല്ലാഹി വല്ലദീ നഫ്സി ബിയദിഹി ലൗ അൻഫഖ അഹദുഹും
മിസ്ല ഉഹുദിൻ ദഹബൻ. ഇനി അവരിൽ ഒരാൾ, ആ നിഷേധിക്കുന്ന, ഖദറിനെ നിഷേധിക്കുന്ന ആളുകളിൽ ഒരാൾക്ക് ഉഹുദ് മലയോളം സ്വർണം അവനുണ്ടായിരിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുകയും ചെയ്താൽ പോലും അള്ളാഹു തആല അവനിൽ നിന്നത് സ്വീകരിക്കുന്നതല്ല. ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദറിൽ അവൻ വിശ്വസിക്കുന്നവരേക്കും. എന്നിട്ട് അതിനുശേഷം ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു, അതായത് ഹദീസ് ജിബ്രീൽ. അപ്പൊ ഖദർ എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. വഅറാദ ബിഹാദൽ ബാബ് അന്ന ഇൻകാറൽ ഖദർ ലാ യൻഫഉ മഅ തൗഹീദ്. തൗഹീദിന്റെ കൂടെ ഒരു വ്യക്തി ഖദറിനെ നിഷേധിച്ചാൽ ആ തൗഹീദ് കൊണ്ട് അവന് യാതൊരു ഉപകാരവുമില്ല. അന്ന ഇൻകാറൽ ഖദർ ലാ യൻഫഉ മഅ തൗഹീദ്. فإذا أنكر العبد القدر أخل بتوحيده بل كفر بالله. ഒരടിമ അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിച്ചാൽ അവന്റെ തൗഹീദിന് കോട്ടം സംഭവിച്ചു എന്ന് മാത്രമല്ല, അവൻ അള്ളാഹുവിൽ കുഫ്ർ ചെയ്തു. ഖദറിനെ നിഷേധിച്ചവൻ അള്ളാഹുവിൽ കുഫ്ർ ചെയ്തവനാണ്. ومنكر القدر منهم من كان ينكر العلم والمشيئة وهؤلاء الغلاء ومنهم من أنكر المشيئة فقط. ഇപ്പൊ ഖദറിനെ നിഷേധിക്കുന്ന കൂട്ടത്തിൽ ചില ആളുകൾ ഖദറിന്റെ മർത്തബകൾ, ഖദറിന് എത്ര മർത്തബകളുണ്ട്? 4. ഏതൊക്കെയാണ്? അൽ ഇൽം വൽ മശിയ, അൽ ഇൽം വൽ കിതാബ, മൂന്നാമത്തെ വൽ മശിയ, നാലാമത്തെ എന്താണ്? അൽ ഖൽഖ്. അപ്പൊ ഖദറിനെ നിഷേധിക്കുന്നവര് ഈ മർത്തബയിലെ ഇൽമിനെ നിഷേധിക്കുന്നവരുണ്ട്, മശിയത്തിനെ നിഷേധിക്കുന്നവരുണ്ട്. ചിലർ മശിയത്തിനെ മാത്രം നിഷേധിക്കുന്ന കക്ഷികളുണ്ട്. ഇപ്പൊ ജഹ്മിയാക്കള് ഖദരികളാണ്. വഖദ് സബത ഹദീസ് അൽ ഖദരിയ്യതു മജൂസു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ മജൂസികളാണ് ഖദരിയാക്കൾ. എന്താണ് മജൂസികൾ എന്ന് പറഞ്ഞാൽ? തീൻ ആരാധിക്കുന്നവർ. ഈ ഉമ്മത്തിലെ മജൂസികളാണ് ഖദരിയാക്കൾ എന്ന് സ്ഥിരപ്പെട്ട ഹദീസുണ്ട്. അൽ ഖദരിയ്യതു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖദരിയ്യതു മജൂസു ഹാദിഹിൽ ഉമ്മ ഇൻ മരിദു ഫലാ തഊദൂഹും. അവർ രോഗിയായി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സന്ദർശിക്കരുത്. വൈൻ മാതു ഫലാ തഷ്ഹദൂഹും. അവർ മരണപ്പെട്ടാൽ അവരെ നിങ്ങൾ ഹാജരാവരുത്. ജനാസ നിസ്കാരത്തിനോ അല്ലെങ്കിൽ പരിപാലിക്കാനോ നിങ്ങൾ ഹാജരാകാൻ പാടില്ല. അൽ ഖദരിയ്യതു മജൂസു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ മജൂസികളാണ് ഖദരിയാക്കൾ. എന്തുകൊണ്ടാണ് അവർ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഉമ്മത്തിലെ മജൂസികളാണെന്ന് പറയുന്നത്? കാനൽ ഖദരിയ്യതു മജൂസു ഹാദിഹിൽ ഉമ്മ ലിഅന്നൽ മജൂസ് യഖൂലൂൻ. മജൂസികളുടെ വിശ്വാസം എന്താണ്? ലിൽ കൗനി ഖാലിഖാൻ. ഈ പ്രപഞ്ചത്തിന് 2 സ്രഷ്ടാക്കളുണ്ട്. ഖാലിഖുൻ ലിൽ ഖൈർ വ ഖാലിഖുൻ ലിശ്ശർ. അതായത് നന്മകൾക്ക് ഒരു സൃഷ്ടാവും തിന്മകൾക്ക് ഒരു സൃഷ്ടാവും. അങ്ങനെ 2 സ്രഷ്ടാവാണ് പ്രപഞ്ചത്തിനുള്ളത്, ഈ ലോകത്തിനുള്ളത് എന്ന വിശ്വാസമാണ് മജൂസികളുടെ വിശ്വാസം. അന്നൂറു ഖാലിഖുൽ ഖൈർ വദ്ദുൽമതു തഖ്ലുഖുശ്ശർ. നൂറ് പ്രകാശം ഖൈറിന്റെ സൃഷ്ടാവാണ്. ഖൈറിനെ സൃഷ്ടിച്ചത് നൂറാണ്, പ്രകാശമാണ്. ഇരുട്ടാണ് ഷർറിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ 2 ഖാലിഖുകളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഹൗലായി അൽ മജൂസ്. ഇതാണ് മജൂസികളുടെ വിശ്വാസം. അപ്പൊ ഖദരിയാക്കള് ഈ മജൂസികളുമായി കൊണ്ട് എങ്ങനെയാണ് സാദൃശ്യപ്പെടുന്നത്? ഫശാബഹുൽ ഖദരിയ മിൻ ഹാദിൽ ഉമ്മ ഫഖാലു അല്ലാഹു യഖ്ലുഖുൽ ഖൈർ വൽ അബ്ദു യഖ്ലുഖുശ് ശർ. ഖദരിയാക്കളുടെ വിശ്വാസം അതാണ്. ഖൈറിനെ സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്, എന്നാൽ ഷർറിന്റെ സൃഷ്ടിപ്പ് അത് അവന്റെ അടിമകളാണ്. അതാണ് ഖദരിയാക്കളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഖദരിയാക്കളെ ഈ ഉമ്മത്തിലെ മജൂസികളാണെന്ന് പറയുന്നത്. ഖാലു അല്ലാഹു യഖ്ലുഖുൽ ഖൈർ വൽ അബ്ദ് യഖ്ലുഖുശ് ശർ. طيب القدر له 4 مراتب: الكتابة، وقبل ذلك العلم والكتابة والمشيئة والخلق. قدرنا 4 مرتبകളാണ്.
അൽ ഇൽം, അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ച് ഏതൊരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവന് അതിനെ സംബന്ധിച്ച് ഇൽമുണ്ടായിരിക്കും. രണ്ടാമത്തേത് അല്ലാഹു തആല അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വച്ചിരിക്കുന്നു. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം അത് സംഭവിക്കും. നാലാമത്തേതാണ് അതിന്റെ ആ സംഭവം നടക്കുക എന്നുള്ളത്, സൃഷ്ടിപ്പ്, ഖൽഖ്. അങ്ങനെ 4 മർത്തബകളാണ് അള്ളാഹുവിന്റെ ഖദറിനുള്ളത്, 4 തലങ്ങൾ. മൻ അൻകറ ശൈഅൻ മിൻ ഹാദിഹി ജുഹൂദൻ കഫറ. ഇതിനാരെങ്കിലും നിഷേധിച്ചുകൊണ്ട് ആണ് അതിനെ എതിർക്കുന്നതെങ്കിൽ അവൻ കാഫിറായിത്തീരും. ഈ 4 മർത്തബകൾ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. വമൻ അൻകറ അൽ ഇൽം സവാഅൻ ജാഹിദൻ ഔ മുതാവ്വിലൻ കഫറ. അല്ലാഹു തആല ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ അതിനെ സംബന്ധിച്ച് അറിവുള്ളവനാണ് എന്നതിനാരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. അതേപോലെ തന്നെ കിതാബ, അല്ലാഹു തആല അതിനെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വച്ചിരിക്കുന്നതിനാരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. روي من بعض أهل العلم والشافعي وروي عن بعضهم نقله عن أحمد. ചില ഉലമാക്കളിൽ നിന്ന് ഇമാം ഷാഫി അതുപോലെ തന്നെ ഇമാം അഹ്മദിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ജാദുൽ ഖദരിയ്യ ബിൽ ഇൽം. അപ്പോൾ ഈ ഇൽമു കൊണ്ട് ഒരു ഖദരിയാക്കളോട് നിങ്ങൾ ചെറിയൊരു വാദപ്രതിവാദം നടത്തുക. ഫൈൻ അസ്ബതു ആമനു ബിൽ ഖദർ വൈൻ അൻകറു കഫറു. അതായത് ഈ ഖദരിയാക്കൾ, അതായത് ഖദറിനെ നിഷേധിക്കുന്നവർ, ആ നിഷേധിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണെങ്കിൽ അവനോട് ചോദിക്കുക, ഹൽ റബ്ബുന അസ്സ വജൽ യഅലം ഇന്നാ സനജ്ലിസു ഹാദൽ മജ്ലിസ് ഖബ്ല അൻ നജ്ലിസ്. നമ്മൾ ഈ മജ്ലിസിൽ ഇരിക്കുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുമോ നമ്മൾ ഈ മജ്ലിസിൽ ഇരിക്കാൻ പോവാണെന്നുള്ളത്? അല്ലാഹുവിനെ അറിയുമോ എന്നവരോട് ചോദിക്കുക. അതായത് ഈ മജ്ലിസിൽ ഇരിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ മജ്ലിസിൽ ഇരിക്കാൻ പോകുന്നു എന്ന വിവരം അല്ലാഹു തആലക്ക് അറിയുമോ എന്ന് ചോദിക്കുക. അവൻ അതേ എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ ഫഖദ് അസ്ബതൽ ഖദർ, അവൻ ഖദറിനെ സ്ഥിരപ്പെടുത്തി. ഇനി നേരെ മറിച്ച് വൈൻ ഖാല മാ അലിമല്ലാഹു ഇല്ലാ ബഅദ അൻ ജലസ്ന, നമ്മളിവിടെ ഇരുന്നതിന് ശേഷമല്ലാതെ അല്ലാഹുവിനെ അറിയുകയില്ല എന്നാണ് അവൻ പറയുന്നതെങ്കിൽ ഇദൻ ഹാദാ കുഫ്റുൻ, അങ്ങനെയാണെങ്കിൽ അത് കുഫറാണ്. അപ്പം എന്തിനാണോ നിഷേധിച്ചത്? അള്ളാഹുവിന്റെ ഇൽം എന്ന് പറയുന്ന ആ ഖദറിൽപ്പെട്ട 1ാമത്തെ മർത്തബയാണ് നിഷേധിച്ചത്. അല്ലാഹു തആല ആ ഒരു സംഭവം നടന്നാൽ മാത്രമേ അല്ലാഹു തആല അറിയുകയുള്ളൂ എന്നാണ് അവർ വാദിക്കുന്നത്. ഇൽം എന്ന് പറയുന്ന ആ മർത്തബയെ നിഷേധിച്ചു. ഖാല റഹിമഹുല്ലാഹു അൻ ഉബാദ ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ്? ഉബാദ ബിൻ സ്വാമിത് അബുൽ വലീദ് അൽ അൻസാരി അൽ ഖസ്റജി. അബുൽ വലീദ് അൽ അൻസാരി അൽ ഖസ്റജി. قال وعن عبادة بن الصامت أنه قال لابنه. ഉബാദ ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മകനോട് പ്രകാരം പറഞ്ഞു, യാ ബുനയ്യ ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ ഹത്താ തഅലമ അന്ന മാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. യാ ബുനൈ ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ, തീർച്ചയായും നിനക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നതല്ല. ഹത്താ തഅലമ അന്ന മാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, ഇതുവരേക്കും നീ ഇപ്രകാരം മനസ്സിലാക്കുന്നത് വരേക്കും. അതായത് നിനക്ക് ബാധിച്ചൊരു കാര്യം നിന്നിൽ നിന്ന് തെറ്റിപ്പോകേണ്ടത് അല്ലായിരുന്നു. നിനക്ക് എന്തെങ്കിലും ഒന്ന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഗതി ഒരിക്കലും നിന്നിൽ നിന്ന് തെറ്റിപ്പോകേണ്ടതല്ലായിരുന്നു എന്ന് നീ വിശ്വസിക്കുന്നത് വരേക്കും. വമാ അഖ്തഅക, നിന്നിൽ നിന്ന് നിനക്ക് സംഭവിക്കാതെ എന്തെങ്കിലും സംഗതികൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ലം യകുൻ ലിയുസീബക, അത് നിനക്ക് സംഭവിക്കാനുമുള്ളതായിരുന്നില്ല എന്ന് നീ വിശ്വസിക്കുന്നത് വരേക്കും. ഏതൊരു മുസീബത്താണ് ഒരാൾക്ക് ബാധിച്ചത്, തീർച്ചയായും അത് നിനക്ക് സംഭവിക്കേണ്ടത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിന്റെ വിശ്വാസം എന്തായിരിക്കണം? നിനക്കൊരു സംഗതി എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ തീർച്ചയായും അത് നിന്നിൽ നിന്ന് തെറ്റിപ്പോകേണ്ടതല്ല, നിനക്ക് ബാധിക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം അല്ലാഹു തആല അത് എഴുതി വെച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് നിനക്ക് ബാധിക്കേണ്ടതായിരുന്നില്ല. അത് ബാധിക്കേണ്ടതായിരുന്നുവെങ്കിൽ അങ്ങനെ അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്, തീർച്ചയായും നിനക്കത് ബാധിക്കും.
سمعت رسول الله صلى الله عليه وسلم يقول إن أول ما خلق الله القلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ആദ്യം അല്ലാഹു തആല സൃഷ്ടിച്ചത് പേനയെയാണ്. ഫഖാല ലഹു, അല്ലാഹു തആല പേനയോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക. ഫഖാല റബ്ബി വമാദാ അക്തുബ്. പേന അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബി മാദാ അക്തുബ്, ഞാൻ എന്താണ് എഴുതേണ്ടത്? ഖാല ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാത്തിന്റെയും ഖദർ നീ എഴുതി വെക്കുക. യാ ബുനൈ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ മാത അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ വിശ്വാസത്തോടു കൂടി അല്ലാതെ ആര് മരണപ്പെട്ടോ അവൻ നമ്മിൽപ്പെട്ടവനല്ല, എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മൻ മാത അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി. وهذا الحديث هذا فيه مجهول وهو أبو حفصة. ഈ ഹദീസിന്റെ സനദില് മജ്ഹൂലായിട്ടുള്ള റിപ്പോർട്ടറുണ്ട്, അറിയപ്പെടാത്ത അബൂ ഹഫ്സ എന്ന് പറയുന്ന ഒരു മജ്ഹൂലായ റിപ്പോർട്ടറുണ്ട്. ഹദീസ് ഈ സനദോടുകൂടി ദഈഫാണ്. لكن ثبت في الصحيح المسند عن زيد بن ثابت ما يغني عنه. ഷിമാ അഹ്മദിന്റെ മുസ്നദിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഈ ഹദീസിനെ ബലപ്പെടുത്തുന്നതാണ്. സ്വഹീഹായ സനദോട് കൂടി ഇമാം അഹ്മദിന്റെ മുസ്നദിൽ അവിടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. قال وفي رواية لأحمد إن أول ما خلق الله تعالى القلم. ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് പേനയെയാണ്. ഫഖാല ലഹു ഉക്തുബ്. പേനയോട് പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞു, നീ എഴുതുക. ഫജറാ ഫീ തിൽക സഅതി ബിഹാ ഔ ബിമാ ഹുവ കായിൻ ഇലാ യൗമിൽ ഖിയാമ. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് പേനയാണ്. പിന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവികളുടെയും എല്ലാത്തിന്റെയും ഖദർ അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. وفي رواية لابن وهب قال رسول الله صلى الله عليه وسلم فمن لم يؤمن بالقدر خيره وشره أحرقه الله بالنار. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ലം യുഅ്മിൻ ബിൽ ഖദർ, ഖദറിൽ ആരാണോ വിശ്വസിക്കാത്തത്, ഖൈരിഹി വശദ്ദി, ഖദർ ഖൈറാകട്ടെ ഷർറാകട്ടെ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ആരാണോ വിശ്വസിക്കാത്തത്, അഹ്റഖഹുല്ലാഹു ബിന്നാർ, അവൻ അല്ലാഹു തആല നരകം കൊണ്ട് കരിക്കുന്നതാണ്. വഹാദാ ഹദീസുൻ ജാ ഫീ സനദിൻ മുൻഖതി. ഈ ഹദീസ് മുൻഖത്തിയായ സനദോട്, മുറിയപ്പെട്ട സനദോട് കൂടി വന്നിട്ടുള്ളതാണ്. ചില ഉലമാക്കൾ, ശൈഖ് അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസിനെ ഹസനാക്കിയിട്ടുണ്ട്. قال وفي المسند، هذا إمام أحمد بن مسند، وفي المسند والسنن عن ابن الديلمي قال أتيت أبي بن كعب. ابن الديلمي അദ്ദേഹം ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെന്നു. ഫഖുൽതു ഫീ നഫ്സി ഷൈഉൻ മിനൽ ഖദർ. അദ്ദേഹം ഇബ്നു ദൈലമി ഉബൈ ഇബ്നു കഅബിനോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഖദറിനെ പറ്റി ചില ചോദ്യങ്ങളുണ്ട്, അല്ല ചില കാര്യങ്ങൾ തനിക്ക് പ്രയാസമുണ്ടാക്കും. ഫഹദ്ദിസ്നി ബിശൈഇൻ ലഅല്ല അല്ലാഹ യുദ്ഹിബുഹു മിൻ ഖൽബി. അതുകൊണ്ട് എൻ്റെ കൽബിൽ നിന്ന് ആ ഒരു സംശയങ്ങൾ പോകാൻ വേണ്ടി അതിനെ പോയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഒരു ഹദീസ് എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. ഫഖാല, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പ്രകാരം പറഞ്ഞു, ലൗ അൻഫഖത മിസ്ല ഉഹുദിൻ ദഹബൻ മാ ഖബലഹു അല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അദ്ദേഹം പറയുന്നത്.
അതായത് നിനക്ക് നീ ഉഹുദ് മലയോളം വലുപ്പത്തിൽ സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചാൽ പോലും അള്ളാഹു തആല നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല ഹത്താ തുഅ്മിന ബിൽ ഖദരി, നീ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. വതഅലം അന്ന മാ അസാബക ലം യകുൻ ലിയുഖ്തിയക, നിനക്ക് ബാധിച്ച ഒന്നും തന്നെ നിന്നിൽ നിന്ന് തെറ്റിപ്പോകേണ്ടതല്ലായിരുന്നു. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിന്നെ ബാധിക്കാതെ മാറിപ്പോയത് തെറ്റിപ്പോയത് ഒന്നും നിനക്ക് ബാധിക്കാനുമുള്ളതായിരുന്നില്ല. വലൗ മിത്ത അലാ ഗൈരി ഹാദാ, ഈ ഒരു വിശ്വാസത്തിലല്ലാതെ മറ്റേതെങ്കിലും വിശ്വാസത്തിലാണ് നീ മരണപ്പെടുന്നതെങ്കിൽ ലകുൻത മിൻ അഹ്ലിന്നാർ, തീർച്ചയായും നീ നരകത്തിന്റെ ആളുകളിൽപ്പെട്ടവനായിത്തീരും. ഖാല ഫഅതൈതു, അതായത് ഇബ്നു ദൈലമി അദ്ദേഹം പറയുകയാണ്, ഖാല ഫഅതൈതു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. വഹുദൈഫ ബിൻ യമാൻ, ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു, വസൈദ് ബിൻ സാബിത്, ഈ സ്വഹാബിമാരുടെ അടുത്തേക്കെല്ലാം ഞാൻ ചെന്നു. ഫകുല്ലുഹും ഹദ്ദസനി ബിമിസ്ലി ദാലിക അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതായത് ഇദ്ദേഹം പറഞ്ഞു, ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്നതുപോലെ തന്നെ ഈ ബാക്കിയുള്ള സ്വഹാബികളും പറഞ്ഞു. വഹാദ ഹദീസുൻ സ്വഹീഹുൻ റവാഹുൽ ഹാക്കിം ഫി സ്വഹീഹി. അല്ലാഹു തആലയിലുള്ള ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈമാനിന്റെ അർക്കാനുകളിൽപ്പെട്ടതാണ്, ഈമാനിന്റെ തൂണുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. ആരാണോ ഖദറിൽ വിശ്വസിക്കാത്തത് അവൻ അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല. ഫമൻ ലം യുഅ്മിൻ ബിൽ ഖദർ ഫലം യുഅ്മിൻ ബില്ലാഹി അസ്സ വജൽ. തയ്യിബ്. മസല ഫവായിദുൽ ഈമാൻ ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം കൊണ്ടുള്ള ഫായിദകൾ എന്താണ്, അതുകൊണ്ടുള്ള ഗുണമെന്താണ്, ഖദറിലുള്ള വിശ്വാസം കൊണ്ട് ഒരു മുഅ്മിനിന് കിട്ടുന്ന ഗുണം എന്താണ്? ഒന്നാമത്തത് അവലൻ അന്നഹു യുഖവി തൗഹീദൽ അബ്ദ്, തൗഹീദിനെ അത് ബലപ്പെടുത്തും. ഖദറിലുള്ള വിശ്വാസം അവന്റെ തൗഹീദിനെ ബലപ്പെടുത്തും. കമാ തഅലം അന്ന കുല്ല ഷൈഇൻ ബിഖദരില്ലാഹ്, കാരണം എല്ലാ സംഭവങ്ങളും നടക്കുന്ന അല്ലാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. യുഖവി തൗഹീദക ബില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിന്റെ ഖദറിൽ അവൻ വിശ്വസിച്ചാൽ അവന്റെ അള്ളാഹുവിലുള്ള തൗഹീദ് ബലപ്പെടും. ലിഅന്നക തുഅദ്ദിമ അല്ലാഹ് സുബ്ഹാനഹു വതആല ബിഹഖ് അദമതിഹി വതഅലം അന്ന അല്ലാഹ സുബ്ഹാനഹു ലാ യജ്രി ഫിൽ കൗനി ഇല്ലാ മാ യശാ. ഖദറിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹക്കിനെയാണ് നീ തഅദീം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ആ മഹത്വത്തെയാണ് നീ മഹത്വപ്പെടുത്തുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവില്ലാതെ ഈ പ്രപഞ്ചത്തിൽ അവന്റെ ഉദ്ദേശമില്ലാതെ അവന്റെ അറിവില്ലാതെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. അപ്പൊ അങ്ങനെ ആ ഖദർ നീ വിശ്വസിച്ചാൽ നിന്റെ തൗഹീദ് ബലപ്പെടും. അതൊന്ന്. രണ്ടാമത്തത് ثانيا يدفع العجب والغرور عن النفس فيما آتاك الله من الخير الديني والدنيوي. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുള്ള ദീനിയായിട്ടുള്ള ഖൈറും ദുന്യവിയായിട്ടുള്ള ഖൈറും, ആ ഖൈറുകളുടെ കാര്യത്തിൽ സ്വന്തം നഫ്സിൽ വഞ്ചിക്കപ്പെടുന്നതും അതുപോലെ തന്നെ സ്വന്തം നഫ്സിൽ അത്ഭുതപ്പെടുന്നതിനെയും പ്രതിരോധിക്കും അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. അള്ളാഹു തആലയുടെ ഖദറിലുള്ള വിശ്വാസം അള്ളാഹു തആല നിനക്ക് നൽകിയ ദുന്യവിയായും ദീനിയുമായിട്ടുള്ള ഖൈറുകൾ, ആ ഖൈറിൽ നീ വഞ്ചിക്കപ്പെടുക, ആ ഖൈറിൽ സ്വന്തത്തിൽ അത്ഭുതം കൂറുക എന്നതിനെ തൊട്ട് നിന്നെ തടയും. ഇപ്പൊ നീ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഇൽമു പഠിക്കുന്നു, ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നു, പാരായണം ചെയ്യുന്നു, അല്ലാഹു തആല നിനക്ക് സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളെയും റിസ്കായി കൊണ്ട് നൽകി. വതഅലം അന്നല്ലാഹ ഖദ്ദറ ലക ഹാദാ, അപ്പൊ നീ മനസ്സിലാക്കണം അല്ലാഹു തആല നിനക്കത് ഖദറാക്കിയത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഈ ഖൈറുകളെല്ലാം ഖദറാക്കിയത് കൊണ്ട് മാത്രമാണ് നിനക്കത് ലഭിച്ചത്. നേരെ മറിച്ച് നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പരിശ്രമം കൊണ്ടോ അല്ല. അപ്പൊ സ്വന്തത്തിൽ തോന്നുന്ന ആ അത്ഭുതവും ആശ്ചര്യമൊക്കെ അവരിൽ നിന്ന് തടയും അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. അപ്പൊ സ്വന്തത്തിൽ അത്ഭുതം കൂറുക, അതേപോലെ മറ്റുള്ളവരെ നിസാരമായി കാണുക, അതിനെ തൊട്ടെല്ലാം ഖദറിലുള്ള വിശ്വാസം നിന്നെ തടയും. ബൽ തഹ്മദുല്ലാഹ തആല അല്ലദീ വഫഖക വഹദാക,
എന്ന് മാത്രമല്ല അല്ലാഹു തആല നിനക്ക് തൗഫീഖ് നൽകിയത് നിന്നെ ഹിദായത്തിലാക്കിയതിനും നീ അല്ലാഹുവിനെ സ്തുതിക്കും. സാലിസൻ മൂന്നാമത്തത് ദഫുൽ ഹസൻ അമ്മാ ഫാതക മിനദ് ദുനിയ. ദുനിയാവിൽ നിനക്ക് നഷ്ടപ്പെട്ടതിനെ തൊട്ട് ഉള്ള സങ്കടം ദുഃഖം അതിനെ പ്രതിരോധിക്കുന്നതാണ് അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, അപ്പൊ അതിൽ നിനക്ക് സങ്കടമുണ്ട്, ആ സങ്കടത്തെ എല്ലാം ദഫ്അ ചെയ്യും, പ്രതിരോധിക്കും അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. വലാ തഹ്സൻ അലാ മാ ഫാതക മിനദ് ദുനിയ. ആളുകളെ സംബന്ധിച്ചുള്ള അവര് ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ കുടിക്കുന്നു, അതുപോലെ ആസ്വദിക്കുന്നു ദുനിയാവിൽ. ഫലാ തഹ്സൻ. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് നിനക്ക് ഖദറാക്കിയത്. നിനക്ക് എന്ത് ഖൈറുകളുണ്ടോ അത് അല്ലാഹു തആല ഖദറാക്കിയത് കൊണ്ടാണ് നിനക്കത് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിനക്ക് ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കത് ഖദറാക്കിയത് കൊണ്ടാണ് നിനക്കത് നഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഒരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എന്ത് ഖൈർ നൽകിയിട്ടുണ്ടെങ്കിലും നീ അല്ലാഹുവിൽ നിന്ന് അല്ലാഹു തആല ഖദറാക്കിയതാണ്. ഈ ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അത് അല്ലാഹു തആല ഖദറാക്കിയതാണ്. അതുകൊണ്ട് തന്നതിൽ അമിതമായി കൊണ്ട് ആഹ്ലാദിക്കേണ്ടതില്ല, നഷ്ടപ്പെട്ടതിൽ നീ ദുഃഖിക്കേണ്ടതുമില്ല. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم. لكي لا تأسوا على ما فاتكم. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. ولا تفرحوا بما آتاكم. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അമിതമായി കൊണ്ട് ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ്. ഇതിന്റെ മുമ്പത്തെ ആയത്ത് എന്താണ്? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ്. ഭൂമിയിൽ നിങ്ങൾക്ക് ബാധിക്കുന്ന, സ്വന്തം നഫ്സിലോ അല്ലെങ്കിൽ ഭൂമിയിൽ മറ്റു ബാധിക്കുന്ന ഏതൊരു മുസീബത്തും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ, അത് സംഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു കിതാബിൽ, ഒരു രേഖയിൽ അത് എഴുതി വെക്കപ്പെടാതെ ഇല്ല. അതായത് ലൗഹുൽ മഹ്ഫൂദിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വന്തം നഫ്സിൽ സംഭവിക്കുന്ന, സ്വന്തത്തിൽ സംഭവിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ അല്ലെങ്കിൽ ഭൂമിയിൽ സംഭവിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ സംഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ലാഹു തആല അതിനെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലികൈ ലാ തഅസു അലാ മാ ഫാതകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേര് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് നൽകിയതിന്റെ പേര് നിങ്ങൾ പരിധി വിട്ട് ആഹ്ലാദിക്കാതിരിക്കാൻ. ഇപ്പൊ രണ്ടാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. തയ്യിബ്. അറാബിയ നാലാമത്തത് ഹുസൂലുൽ അജ്ർ മിൻ അല്ലാഹ് ഇൻദൽ ഈമാനി ബിൽ ഖദർ യുഅ്ജർ ലിൽ അബ്ദ്. അതായത് ഖദറിൽ ഒരു വ്യക്തി വിശ്വസിച്ചാൽ അതുകൊണ്ട് അവന് പ്രതിഫലം ലഭിക്കും. ഖദറുള്ള വിശ്വാസം കൊണ്ട് ഒരുവന് പ്രതിഫലം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകും. അഞ്ചാമത്തത് അൽ ഖാമിസ് ഇൻദൽ ഈമാനി ബിൽ ഖദർ യഅമലുൽ ഇൻസാൻ മാ യുഖർരിബുഹു ഇലല്ലാഹി അക്സർ. അതായത് ഒരു വ്യക്തി ഖദറിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിത്തരുന്ന കാര്യങ്ങൾ കൂടുതലായി കൊണ്ട് അവൻ പ്രവർത്തിക്കും. അള്ളാഹുവിന്റെ ഖദറിൽ ഒരാൾ വ്യക്തി വിശ്വസിച്ചാൽ, ഒരു വ്യക്തി അള്ളാഹുവിനെ ഖദർ വിശ്വസിക്കുന്നവനായി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിത്തരുന്ന ഇബാദത്തുകളും ദുആത്തുകളും കൂടുതലായി കൊണ്ട് അവൻ പ്രവർത്തിക്കും. മസല, ഉദാഹരണത്തിന് തഅലം അന്നല്ലാഹ വഫഖക ലിൽ ഖൈർ തസ്ദാദ ഖൈറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈറിന്റെ കാര്യത്തിൽ തൗഫീഖ് നൽകി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഇസ്ലാമിലേക്ക് പിന്നെ ഹിദായത്ത് നൽകി, അതുപോലെ തന്നെ സുന്നത്തിലേക്ക് ഹിദായത്ത് നൽകി, തലബുൽ ഇൽമിന് ഹിദായത്ത് നൽകി, അതിൽ തൗഫീഖ് നൽകി എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ കൂടുതലായിക്കൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കും, ആ ഖൈർ കൂടുതലാക്കും. അപ്പോ അള്ളാഹുവിന്റെ ഖദറിലുള്ള ഈമാൻ, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഹസനത്താണ്, ഒരു നന്മയാണ്. യജ്റു ഇലാ ഹസനത്തിൻ ഉഖ്റ, അത് മറ്റൊരു ഹസനത്തിലേക്ക് അവനെ കൊണ്ടുപോകും. കുല്ലു ഹസനത്തിൻ തജ്റു ഇലാ ഹസനത്തിൻ ഉഖ്റ, ഒരു നന്മ മറ്റൊരു നന്മയിലേക്ക് അവനെ കൊണ്ടുപോകും. അതേപോലെ തന്നെയാണ് കുല്ലു സയ്യിഅത്തിൻ തജ്റുക ഇലാ സയ്യിഅത്തിൻ ഉഖ്റ, ഒരു തിന്മ നിന്നെ മറ്റൊരു തിന്മയിലേക്കും കൊണ്ടുപോകും. അല്ലാഹു തആല നിനക്ക് തൗഫീഖ് നൽകിയെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഖൈർ നിനക്ക് നൽകിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ വർദ്ധിപ്പിക്കാൻ,
നീ പരിശ്രമിക്കും. അങ്ങനെ ഒരു നന്മയിൽ നിന്ന് മറ്റൊരു നന്മയിലേക്ക് അവൻ പോകും. നേരെ മറിച്ച് അവൻ തിന്മയിലാണെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് അവൻ പോകും. അതേപോലെ തന്നെ ആറാമത്തത് അൽ ഈമാൻ ബിൽ ഖദർ യുദ്ഹിബ് അൻകൽ ഖുയല വൽ കിബ്രിയ വൽ ഫഖ്റ അലൻ നാസ്. ഖദറിലുള്ള വിശ്വാസം നിന്നിൽ നിന്ന് പൊങ്ങച്ചത്തെയും അഹങ്കാരത്തെയും ജനങ്ങളെ അപമാനിക്കുന്നതിനെ തൊട്ടും നിന്നെ തടയും. അത്തരത്തിലുള്ള മോശമായ സ്വഭാവങ്ങൾ നിന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുന്നതാണ് അള്ളാഹുവിന്റെ ഖദറിനെ തൊട്ടുള്ള വിശ്വാസം. അഹങ്കാരം, അതുപോലെ തന്നെ മറ്റുള്ളവരെ മോശമായി കാണുക, മറ്റുള്ളവരെ ചെറുതാക്കി കാണുക, അതുപോലെ പൊങ്ങച്ചം. ദീനിയായ ദുനിയാവിയായിട്ട് എന്ത് ഖൈറുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖദറാക്കിയത് കൊണ്ട് മാത്രമാണ് എന്നവൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ വയുഅതീക തവാദുഅ ലില്ലാഹി വലിഖൽഖിഹി, അള്ളാഹുവിനോടും അവന്റെ സൃഷ്ടികളോടും നീ തവാദു ഉള്ളവനായിരിക്കും. അതായത് അവരോട് വിനയമുള്ളവനായിരിക്കും. അള്ളാഹുവിനോട് വിനയമുണ്ടാവും. അതേപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് വിനയമുള്ളവനായിരിക്കും. ഇതെല്ലാം ഖദറിന്റെ ഫവായിദുകളിൽപ്പെട്ടതാണ്. ഖാല ബഅദു നാസ് യസ്തദില്ലു ബിൽ ഖദർ അലാ ളലാലിഹി. ചില ആളുകൾ അവരുടെ ളലാലത്തിന് ഖദറിനെ തെളിവാക്കുന്നു. അവർ ചെയ്യുന്ന ളലാലത്തിന് അവർ ഖദറിനെ തെളിവാക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തിയോട് നമസ്കരിക്കാൻ പറയും, ഓ ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കാന്ന് പറയും. അവൻ പറയുന്നത് മാ അറാദല്ലാഹു ലി, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അത് ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹു തആല എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കാത്തത്, അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കാതെന്ന് പറയും. വല്ലദീ ദായിമൻ യുഫക്കിറു ഫിൽ ഖദർ, എല്ലാ സമയവും ഖദറിനെ സംബന്ധിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഉലമാക്കൾ പറയുന്നത് ഇൽമെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. അൽ ഇൽമു ഇൽമാൻ, ഇൽമുൻ ഫിൽ ഖൽഖിൽ മൗജൂദ് വ ഇൽമുൻ ഫിൽ ഖൽഖിൽ മഫ്ഖൂദ്. അതായത് ഇപ്പൊ നിലവിലുള്ള ഖൽഖുമായി ബന്ധപ്പെട്ട സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഇൽമ്, മറ്റൊന്ന് കഴിഞ്ഞു പോയിട്ടുള്ള ഖൽഖുമായി ബന്ധപ്പെട്ട ഇൽമ്. ഫൽ ബഅസ് അനിൽ ഇൽമിൽ മഫ്ഖൂദ് കുഫ്റുൻ, ഇപ്പോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതെന്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള വിചാരം, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ സമയത്ത് അതിന് ഇത് തന്നില്ല, തൗഫീഖ് തന്നില്ല, ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ള സംഗതികളുണ്ട്. അതിനെ സംബന്ധിച്ചൊരു വ്യക്തി ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കുഫറാണ്, അല്ലെങ്കിൽ കുഫറിലേക്ക് എത്തിക്കും. അതേസമയം വഇൻകാറുൽ ഇൽമിൽ മൗജൂദ് കുഫ്റുൻ, അൽ ഇൽമുൽ മഫ്ഖൂദ് ഫൽ ബഅസ് അനിൽ ഇൽമിൽ മഫ്ഖൂദ് കുഫ്റുൻ. അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തി എല്ലാ സമയവും ആലോചിച്ചിരിക്കുക, എന്തുകൊണ്ട് എനിക്ക് അല്ലാഹു തആല അത് തന്നില്ല, ഇത് തന്നില്ല, അങ്ങനെ കഴിഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് ആലോചിച്ച് അവസാനം അത് കുഫറിലേക്ക് എത്തും. പിന്നെ ഇപ്പോ നിലവിലുള്ള അവസ്ഥയിൽ ആ ഇൽമിനെ അവൻ എതിർക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കുഫറിലേക്ക് എത്തും. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ലിമാദ അല്ലാഹു അസ്സ വജൽ ഹാദ വദൽ ഹാദ, അവൻ പറയാണ് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ആളെ ഹിദായത്തിലാക്കി മറ്റാളെ ളലാലത്തിലാക്കി. ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കി മറ്റു വ്യക്തിനെ ളലാലത്തിലാക്കി എന്നൊരാൾ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ വഫഖ ഹാദ അസാഖ ഹാദ, ഒരു വ്യക്തിക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി, ഒരു വ്യക്തി അല്ലാഹു തആല വഴി പഠിപ്പിച്ചു, എന്തുകൊണ്ട് അവനെ ഹിദായത്തിലാക്കി, എന്തുകൊണ്ട് ഇവനെ പഠിപ്പിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഒരു വ്യക്തി, അയാൾക്ക് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ ഖൈറുകൾ നൽകി, മറ്റേ വ്യക്തിക്ക് ഈ ഖൈറുകളെല്ലാം തടഞ്ഞു. എന്നിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറയുന്നത് ഹാദാ ഇൽമുൻ യജുറുക ഇല സന്ദഖ ഇലൽ കുഫർ. അപ്പൊ ഇത്തരത്തിലുള്ള ഇൽമ് നിന്നെ കുഫറിലേക്ക് എത്തിക്കും, മതനിഷേധത്തിലേക്ക് എത്തിക്കും. അവിടെ അന്നക തബ്ഹസ് അനിൽ ഹികം, അല്ലാഹുവിന്റെ ഹിക്മത്തിനെയാണ് അവൻ അന്വേഷിച്ചു പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് അല്ലാഹു തആല ഹിദായത്ത് നൽകി മറ്റു വ്യക്തിക്ക് നൽകിയില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറുകൾ നൽകി മറ്റാൾക്ക് നൽകിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം അവൻ കുഫറിലേക്ക് എത്തും, മതനിഷേധിയായി തീരും. ഇത് അള്ളാഹുവിന്റെ ഹിക്മത്തിനെ പറ്റി അന്വേഷിക്കലാണ്.
قال الطحاوي رحمه الله والعلم علمان علم في الخلق موجود وعلم في الخلق مفقود قال والقدر സിറുല്ലാഹ് ഫീ ഖൽഖിഹി ഖദർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് അവന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഖദർ. സിറുല്ലാഹ് ഫീ ഖൽഖിഹി ലം യത്തലി അലാ ദാലിക ലാ മലക്കുൻ മുഖറബ് വലാ നബിയ്യുൻ മുർസൽ. ഒരാൾക്കും ആ ഖദറിലേക്ക് എത്തി നോക്കാൻ തന്നെ സാധിക്കുന്നതല്ല. അത് അള്ളാഹുവിന്റെ ഏറ്റവും സമീപസ്ഥനായ ഒരു മലക്കാകട്ടെ, അള്ളാഹു തആല അയച്ച നബിയാകട്ടെ, ആർക്കും ആ കാര്യത്തിലേക്ക് ഖദറിലേക്ക് എത്തി നോക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹു തആല എന്താണ് തനിക്ക് ഖദറാക്കിയിട്ടുള്ളത് എന്ന് ഒരു മലക്കിനും അറിയില്ല, ഒരു നബിക്കും അറിയാൻ സാധിക്കുന്നതല്ല. ഫഅലൈക അത്തസ്ലീം, അതുകൊണ്ട് ആ ഖദറിന് കീഴൊതുങ്ങലാണ് നിന്റെ മേലെ വാജിബായിട്ടുള്ളത്. സല്ലിം ലിൽ ഖദർ വഅലം അൻത മുഹാസബ്. ഖദറിന് നീ കീഴൊതുങ്ങുക, അതുപോലെ തന്നെ നീ തിരിച്ചറിയുക നീ മുഹാസബാണ്, അതായത് വിചാരണ ചെയ്യപ്പെടുന്നവനാണ്. അല്ലാഹു അമറക ബിസ്സലാ വഅമറക ബിസ്സിയാം വഅമറക ബിസ്സകാത്ത് വമനഅക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേലെ നമസ്കാരം നിർബന്ധമാക്കി, അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കി, സകാത്ത് നിർബന്ധമാക്കി. അപ്പം അത് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മശിയത്ത് നൽകി, അതായത് നിനക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് നമസ്കരിക്കാം, ഉദ്ദേശിക്കുകയാണെങ്കിൽ നമസ്കരിക്കാതിരിക്കാം. ഒന്നുകിൽ നമുക്ക് നമസ്കരിക്കാം, അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ കൽപ്പനയിൽ കുഫ്ർ ചെയ്യാൻ അനുസരിക്കാതിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും സയുഹാസിബുക യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഖിയാമത്ത് നാളിൽ അതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്യും. വലകൻ തഅമൽ ഖൈർ വലകൻ തഅമൽ അശ്ശർ. നിനക്ക് വേണമെങ്കിൽ ഖൈർ പ്രവർത്തിക്കാം, ഷർ പ്രവർത്തിക്കാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഖിയാമത്ത് നാൾ വിചാരണ ചെയ്യുന്നതാണ്. വലൻ തഅമൽ ഖൈർ വലൻ തഅമൽ അശ്ശർ ഇല്ലാ ബഅദ മശിയത്തില്ല. ഇനി ഖൈർ പ്രവർത്തിച്ചാലും ശരി, ഷർ പ്രവർത്തിച്ചാലും ശരി, അല്ലാഹുവിന്റെ മശിയത്തിന് ശേഷമല്ലാതെ, അല്ലാഹു തആല ഉദ്ദേശിച്ചതിന് ശേഷമല്ലാതെ നീ പ്രവർത്തിക്കുന്നതല്ല. അപ്പൊ നിന്റെ മശിയത്ത് അള്ളാഹുവിന്റെ മശിയത്തിന്റെ കീഴിലാണ്. നീ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല ഉദ്ദേശിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല. സൂറത്തുൽ ഇൻസാൻ. തീർച്ചയായും ഇതൊരു തദ്കിറത്താണ്, ഒരു ഉത്ബോധനമാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല, അതായത് തന്റെ റബ്ബിങ്കലേക്ക് മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു ഉത്ബോധനമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിനുശേഷം അല്ലാഹു തആല പറഞ്ഞു ഫമൻ ശാഅ യത്തഖിദ ഇലാ റബ്ബിഹി സബീല ثم قال وما تشاءون الا ان يشاء الله. അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. അല്ലാഹുവിന്റെ മശിയത്തിന് ശേഷമാണ് മനുഷ്യന്റെ മശിയത്ത്. അല്ലാഹു തആലയുടെ മശിയത്തിന് കീഴിലാണ് അവന്റെ അടിമകളുടെ മശിയത്ത്. ആദ്യത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് മാർഗം സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് എന്ത് ചെയ്തു? മശിയത്ത് കൊടുത്തിട്ടുണ്ട്. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. ഒന്നുകിൽ അവൻക്ക് അത് അനുസരിക്കാം, അല്ലെങ്കിൽ ധിക്കരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മശിയത്തിന് കീഴിലാണ്. യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മശിയത്ത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ റഹ്മത്തിന് പ്രവേശിപ്പിക്കും. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ സംബന്ധിച്ച് അലീമാണ്, അറിവുള്ളവനാണ്, അതുപോലെ തന്നെ ഹക്കീമുമാണ്. അതായത് മിമൻ യസ്തഹിഖുൽ ഹിദായ മിമൻ ലാ യസ്തഹിഖ്. ആരാണ് ഹിദായത്തിന് അർഹനായിട്ടുള്ളത്, ആർക്ക് ഹിദായത്തിന് അർഹതയില്ല എന്ന കാര്യത്തെക്കുറിച്ച് അല്ലാഹു തആല അലീമാണ്, അറിവുള്ളവനാണ്. അതേപോലെ തന്നെ ഹക്കീമൻ ഫീ ഖദരിഹി അല്ലദീ യദഉഹു ഫിൽ ഇബാദ്. അടിമകളുടെ മേലെ എന്ത് തരത്തിലുള്ള ഖദറാണ് വെക്കേണ്ടതെന്ന കാര്യത്തിന് അല്ലാഹു തആല ഹക്കീമാണ്. ഫബഅദു الناس يقول, ചില ആളുകൾ പറയും ഖദ്ദറല്ലാഹു അലാ അന്നി ലസ്തു മിൻ അഹ്ലിൽ ഹിദായ. അല്ലാഹു തആല എന്നെ ഹിദായത്ത് ലഭിച്ച ആളുടെ കൂട്ടത്തിലാക്കിയില്ല. അങ്ങനെ അല്ലാഹു തആല എനിക്ക് ഖദറാക്കിയത് അങ്ങനെയാണ്. അല്ലാഹു തആല എന്നെ ഹിദായത്ത് ലഭിച്ച ആളുടെ കൂട്ടത്തിലാക്കിയില്ല, അത് അല്ലാഹു തആല എനിക്ക് അങ്ങനെയാണ് ഖദറാക്കിയത്.
എന്ന് ചില ആളുകൾ പറയും. അവനോട് എന്താണ് പറയേണ്ടത്? നഖൂലു ലഹു അൻത തഅമൽ ശർ വതുദീഫു ഇലല്ലാഹ്, നീ ഷർറ് പ്രവർത്തിക്കുന്നു, മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, എന്നിട്ട് അതിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നു. അതായത് അള്ളാഹു തആല എനിക്ക് ഹിദായത്ത് നൽകാത്തത് കൊണ്ടാണ്, അള്ളാഹു തആല എനിക്ക് തൗഫീക്ക് നൽകാത്തത് കൊണ്ടാണ് എന്ന് നീ പറയുന്നു. നീ ഷർറ് പ്രവർത്തിക്കുന്നു എന്നിട്ട് അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നു. ഫമാ ലക മാ തഅമൽ ഖൈർ വതുദീഫു ഇലല്ലാഹ്, നിനക്ക് എന്തുകൊണ്ട് ഖൈർ പ്രവർത്തിക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുകയും ചെയ്തുകൂടാ? വഹാദാ ഹാലു കസീരിൻ മിനൻ നാസ് യഅമലു ശർ വയഖൂലു ഖദ്ദറല്ലാഹു അലയ്യ. ഒരുപാട് ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ്. അതായത് അവർ ഷർറായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കും, എന്നിട്ട് പറയും അള്ളാഹു തആല ഇതാണ് എനിക്ക് ഖദറാക്കിയത്. നമസ്കാരം ഉപേക്ഷിക്കും, അവൻ പറയും അള്ളാഹു തആല എനിക്ക് ഇതാണ് ഖദറാക്കിയത്. വൈദാ അമിലൽ ഖൈർ, ഇനി എന്തെങ്കിലും ഒരു ഖൈർ പ്രവർത്തിച്ചാലോ, അവൻ നമസ്കരിച്ചു അല്ലെങ്കിൽ നോമ്പെടുത്തു, അങ്ങനെ എന്തെങ്കിലും ഒരു ഖൈർ പ്രവർത്തിച്ചാൽ അവൻ പറയും അന മുസല്ലി, ഞാൻ നമസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ നോമ്പെടുക്കുന്ന ആളാണ്. അപ്പൊ ആ ഖൈറിനെ സ്വന്തം നഫ്സിലേക്ക് ചേർത്തി പറയും. ഷർറ് പ്രവർത്തിച്ചാൽ റബ്ബിലേക്ക് ചേർത്തി പറയും, ഖൈർ പ്രവർത്തിച്ചാൽ സ്വന്തം നഫ്സിലേക്ക് ചേർത്തി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിന്നെ എന്ത് ഹസനത്ത്, എന്ത് നന്മ നിന്നിലുണ്ടെങ്കിലും അതെവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ഫമിനല്ലാഹ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ, ഇനി എന്ത് സയ്യത്താണ് നിന്നിലുള്ളത്, എന്ത് മോശമായ എന്ത് തിന്മയാണ് നിന്നിലുള്ളത്? ഫമിൻ നഫ്സിക്, ഇത് നിന്റെ നഫ്സിൽ നിന്നാണ്. ഈ ആളുകൾ നേരെ അതിനെതിരാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഖൈർ പ്രവർത്തിച്ചാൽ അത് സ്വന്തം നഫ്സിലേക്ക്, ഷർറ് പ്രവർത്തിച്ചാൽ, തിന്മ പ്രവർത്തിച്ചാൽ അത് അള്ളാഹുലേക്ക്. അള്ളാഹു തആല അങ്ങനെയാണ് ഖദറാക്കിയത്. പക്ഷേ അള്ളാഹു തആല പറഞ്ഞു മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, എന്ത് ഹസനത്ത് നിന്നിലുണ്ടെങ്കിലും, നിനക്ക് എന്ത് ഹസനത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്, എന്ത് തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നഫ്സിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഷർറ് മാത്രം അള്ളാഹുലേക്ക് ചേർത്തി പറയുക എന്നുള്ളത് ശരിയല്ല. അതേസമയം ഖൈർ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം നഫ്സിലേക്കും പറയാം. ഫഅലൽ ഉമൂം അലൽ ഇൻസാൻ അൻ യുഅ്മിന ബിൽ ഖദർ ഉമൂമൻ, മൊത്തത്തിൽ ഖദറിൽ ഒരു മനുഷ്യനെ വിശ്വസിക്കുക എന്നുള്ളത് വാജിബാണ്. അന്നല്ലാഹു അസ്സ വജൽ മാ ഖലഖ ശൈഅൻ ഇല്ലാ വഖദ് അലിമഹു വശാഅഹു വഖലഖഹു വഖദ്ദറഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെയും ഒരു വസ്തുവിനെയും സൃഷ്ടിക്കുന്നില്ല അവന്റെ ഇൽമോട് കൂടിയല്ലാതെ, അവന്റെ ഉദ്ദേശത്തോടു കൂടിയല്ലാതെ, അവൻ അതിനെ ഖദറാക്കിയിട്ടല്ലാതെ. വകദാലിക അദിന ബിഹി വകതബ, അതിനെ എഴുതി വെച്ചിട്ടല്ലാതെ. വൽ ഇൻസാൻ അലൈഹി അൻ യസ്ആ ഫീ കസ്ബിൽ ഖൈർ വദഫി ശർ അൻ നഫ്സി. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഖൈർ, സ്വന്തത്തിന് ഖൈർ കരസ്ഥമാക്കാനും ഷർറിനെ തടയാനും പരിശ്രമിക്കേണ്ടതാണ്. വയദ്ഫഉ സയ്യാത്ത്, സയ്യാത്തുകളെ അതായത് തിന്മകളെ പ്രതിരോധിക്കുകയും ലാ യസ്തസ്ലിം ലിൽ ഖദരി അല്ലദി യുരീദുഹു ഇബ്ലീസു മിൻക, നിന്നിൽ നിന്ന് ഇബ്ലീസ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഖദറിന് നീ കീഴടങ്ങാൻ പാടില്ല, അതിന് കീഴടങ്ങാൻ പാടില്ല. ഇബ്ലീസ് ലഅനഹുല്ലാ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഖദറിന് കീഴടങ്ങാന്നൊരു സംഗതിയുണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഷർറ് ഖദറാക്കാം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ കൽബ് വഴിപഴച്ചു പോകുന്നത് ഖദറാക്കാം, അല്ലെങ്കിൽ നിന്നിൽ നിന്ന് എന്തെങ്കിലും മഅസിയത്ത് തിന്മകൾ സംഭവിക്കുന്ന ഖദറാക്കാം. ആ ഖദറിന് കീഴടങ്ങുക എന്നുള്ളത് ഇബ്ലീസിന്റെ ഉദ്ദേശമാണ്. അതുകൊണ്ട് ലാ തസ്തസ്ലിം കമാ യുരീദു ഇബ്ലീസ്, ആ ഖദറിന് നീ കീഴടങ്ങാൻ പാടില്ല. ആ ഖദറിന് നീ കീഴടങ്ങാം എന്നുള്ളത് ഇബ്ലീസ് ആഗ്രഹിക്കുന്നതാണ്. നേരെ മറിച്ച് എന്ത് ചെയ്യണം? ബൽ അലൈക അൻ തുഅ്മിന ബില്ലാഹി വതതൂബ ഇലല്ലാഹ് കമാ യുരീദുല്ലാഹ്. നേരെ മറിച്ച് അല്ലാഹു തആല നിന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ ആ തിന്മ ഒഴിവാക്കുകയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യണം. അതാണ് അല്ലാഹു തആല നിന്നിൽ ഉദ്ദേശിക്കുന്നത്. ഇബ്ലീസ് ഉദ്ദേശിക്കുന്നത് നീ ഒരു തിന്മ ചെയ്താൽ അല്ലാഹു തആല എനിക്ക് ഇതാണ് ഖദറാക്കിയത് എന്ന് പറഞ്ഞ് ആ തിന്മയിൽ തുടരുക എന്നുള്ളതാണ് ഇബ്ലീസ് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ ആ തിന്മയിൽ നിന്ന് തൗബ ചെയ്യണം അള്ളാഹുവിലേക്ക്. അതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. അല്ലാഹു അസ്സ വജല്ല യുരീദു മിൻക തൗബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് തൗബ ആഗ്രഹിക്കുന്നു. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന ശഹവാതി അൻ തമീലു മൈലൻ അദീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന ശഹവാത്. ഇനി ഷഹവാത്തുകളെ പിൻപറ്റുന്നവർ, തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ, അതിൽ ഏറ്റവും ആദ്യത്തെ ആളാണ് ഇബ്ലീസ്. ആഗ്രഹിക്കുന്നത് എന്താണ്? അൻ തമീലു മൈലൻ അദീമ, നിങ്ങൾ
നേർവഴിയിൽ നിന്ന് വലിയ തോതിൽ തെറ്റിപ്പോകണം, തിന്മകൾക്ക് ശേഷം വീണ്ടും തിന്മകൾ പ്രവർത്തിക്കുക, അത് അല്ലാഹു തആല ഖദറാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഇബ്ലീസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു തആല തനിക്ക് ഖദറാക്കിയതാണെന്ന് പറഞ്ഞ് ആരും ഇരിക്കാറില്ല. നേരെ മറിച്ച് അതിന് ചികിത്സ തേടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രോഗം ഖദറാക്കി, അതുകൊണ്ട് ഖലാസ് ഞാൻ ചികിത്സകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കൂല. നേരെ മറിച്ച് അല്ലാഹു തആല അത് ഖദറാക്കിയിട്ടുള്ള രോഗത്തെ അള്ളാഹുവിന്റെ ഖദറായ ചികിത്സ കൊണ്ടവൻ പ്രതിരോധിക്കും. അപ്പൊ ഖദറിനെ ഖദർ കൊണ്ട് പ്രതിരോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് രോഗം ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണെന്ത്? ഇലാജ്, ചികിത്സ എന്ന് പറയുന്നത്. ആ ചികിത്സ കൊണ്ട് ആ ഖദറിനെ അവൻ പ്രതിരോധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ തേടാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. തദാവു ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സ തേടുക. അപ്പൊ ഈ ബാബ് ഖദറിലുള്ള വിശ്വാസം അത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ ഹുസ്നുദ്ദൻ ബില്ലാഹ് എന്ന് പറയുന്ന ബാബുമായി ബന്ധപ്പെട്ടതാണ് ഈ ബാബ്. ഇപ്പൊ നീ അല്ലാഹു തആലയുടെ ഖദറിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അഹ്സൻത ദന്ന ബി റബ്ബിക്, നിന്റെ റബ്ബിനോടുള്ള ആ വിചാരം നീ നന്നാക്കി. ഇദാ ആമൻത ബിൽ ഖദർ അഹ്സൻത ദന്ന ബി റബ്ബിക്. ഇലാഹുന സുബ്ഹാനക ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്.